ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖാണോ? എന്തൊക്കെയുണ്ട് വിശേഷം? നിങ്ങൾ മുറുകെ പിടിക്കുന്നത് മാത്രമേ നിങ്ങൾക്ക് നഷ്ടമാവുകയുള്ളൂ. ശ്രീബുദ്ധന്റെ കോട്ടാണ്. ശരിയാണല്ലേ? നമുക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളൊക്കെ നമുക്ക് നഷ്ടപ്പെടുന്നത് നമ്മൾ അറിയാറ് പോലും ഇല്ല. അത് ആ ഫ്ലോയിൽ അങ്ങ് പൊക്കോളും. അപ്പൊ നമ്മൾ മുറുകെ പിടിക്കുന്നതൊക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവട്ടെ എന്ന പ്രാർത്ഥനയോടെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക് കോൺട്രാസെപ്ഷൻ. എന്താണ് കോൺട്രാസെപ്ഷൻ? ഇപ്പൊ നമുക്ക് ഒരു പ്രഗ്നൻസി, ഇപ്പൊ കല്യാണം കഴിഞ്ഞ ഉടനെ ചിലർ പ്രഗ്നൻസി പ്ലാൻ ചെയ്യില്ല. നമുക്ക് ഇത്ര വർഷം കഴിഞ്ഞ് മതി എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം. അതല്ല എങ്കിൽ ഇപ്പൊ നമുക്കൊരു ബേബി ആയി, നമുക്കൊരു സ്പേസിങ് വേണം, ഒരു 2-3 ഇയേഴ്സ് കഴിഞ്ഞിട്ട് അടുത്ത ബേബി മതി എന്നുള്ളവർ എന്ത് ചെയ്യും? നമ്മൾ പ്രഗ്നന്റ് ആകാതിരിക്കാനുള്ള മെഷേഴ്സ് നോക്കും. അപ്പോൾ ഒരുപാട് കോൺട്രാസെപ്റ്റീവ് മെഷേഴ്സ് നമുക്ക് ചുറ്റും അവൈലബിൾ ആണ്. ഇതൊക്കെ നമുക്ക് അറിയാമെങ്കിൽ തന്നെ എന്ത് ചെയ്യും? നമ്മൾ പ്രഗ്നന്റ് ആവുകയും നമ്മൾ പിന്നെ അത് അബോർഷൻ ചെയ്യാനുള്ള വഴിയിലൂടെ നടക്കുകയും ചെയ്യും. അപ്പൊ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് കടക്കാം. കോൺട്രാസെപ്ഷൻ എന്തൊക്കെ മെത്തേഡ്സ് ആണ് ഇതിലുള്ളത്? ഫസ്റ്റ്, എല്ലാവർക്കും അറിയാവുന്നതാണ് കോണ്ടംസ്. നമുക്ക് ഈസിലി നമ്മുടെ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് അവൈലബിൾ ആയിട്ടുള്ള ഒരെണ്ണമാണ് കോണ്ടം എന്ന് പറയുന്നത്. മെയിൽസ് ആണ് യൂഷ്വലി ഇത് യൂസ് ചെയ്യുന്നത്. ലാറ്റക്സ് കൊണ്ടുള്ള ഒരു മെറ്റീരിയൽ ആണ്. യൂഷ്വലി ഇത് നമ്മൾ പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്നത് കൂടാതെ സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് ഒക്കെ, അതായത് സെക്സിൽ ഏർപ്പെടുമ്പോൾ പകരാവുന്ന അസുഖങ്ങളൊക്കെ പ്രിവെന്റ് ചെയ്യാനും ഇത് ഒരു പരിധിവരെ സഹായിക്കാറുണ്ട്. പക്ഷെ 100% സക്സസ് ആണോ എന്ന് ചോദിച്ചാൽ അല്ല, ഫെയിലിയർ കേസുകളും കാണപ്പെടാറുണ്ട്. എന്നാലും കൂടുതൽ ആൾക്കാരും യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് കോണ്ടം എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഡയഫ്രംസ് എന്ന് പറയുന്നത് നമ്മൾ ഫീമെയിൽസ് യൂസ് ചെയ്യുന്നതാണ്. നമ്മുടെ വജൈനയിലകത്തോട്ട് ഇത് ഇൻസേർട്ട് ചെയ്ത് വെക്കും. നമ്മൾ കോണ്ടാക്റ്റിൽ ഏർപ്പെടുന്നതിന് ഒരു 3 hours മുന്നേ ഇത് യൂഷ്വലി ഇൻസേർട്ട് ചെയ്യാറുണ്ട്. ഇനി കോണ്ടാക്റ്റിൽ ഏർപ്പെട്ട് ഒരു 6 hours ഒക്കെ കഴിയുമ്പോഴത്തേനും നമുക്കിത് റിമൂവ് ചെയ്യാവുന്നതാണ്. അടുത്തത് പെസറിയും സെയിം ഇതുപോലെ തന്നെ ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നതാണ്. ഈ പെസറിക്ക് ഒരു സ്പെർമിസൈഡൽ ആക്ഷൻ ആണുള്ളത്. അതായത് ഈ വരുന്ന സ്പേംസിനെയൊക്കെ എന്ത് ചെയ്യും? നശിപ്പിച്ച് കളയാനുള്ള ഒരു ആക്ഷൻ ഉള്ള സാധനമാണ് പെസറി എന്ന് പറയുന്നത്. അടുത്തത് വജൈനൽ റിങ്സ്. ഇത് നമ്മുടെ വജൈനയ്ക്കകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്നതാണ്. ഇത് മറ്റുള്ളതുപോലെ നമ്മൾ ഓരോ ഇന്റർകോഴ്സ് കഴിയുമ്പോഴും റിമൂവ് ചെയ്ത് മാറ്റേണ്ട ആവശ്യമില്ല. നമുക്ക് അവിടെ തന്നെ വെക്കാം. എന്നിട്ട് മന്ത്ലി ഒരു 2 പ്രാവശ്യം മാത്രം ചേഞ്ച് ചെയ്താൽ മതിയാകും. അടുത്തത് നാച്ചുറൽ മെത്തേഡ്. അതായത് നമുക്ക് ഇജാക്കുലേഷൻ നടക്കുന്നതിന് മുമ്പ്, സ്ഖലനം നടക്കുന്നതിന് മുമ്പ് നമ്മൾ റിമൂവ് ചെയ്യും. അതുവഴി നമുക്ക് പ്രഗ്നൻസിയെ പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിന്റെയും ഫെയിലിയർ റേറ്റ് ഉണ്ട്. കാര്യം നമ്മൾ ഇജാക്കുലേഷൻ നടക്കുന്നതിന് മുമ്പ് ഒരു ചെറിയ പെർസെൻറ്റേജ് സ്പേം റിലീസ് ഉണ്ടാവുകയും അതുവഴി പ്രഗ്നന്റ് ആകാനുള്ള സാധ്യത ഉണ്ട് എന്നാണ് സ്റ്റഡീസ് പറയുന്നത്. അടുത്തത് സേഫ് പീരീഡ് നോക്കിയിട്ട് നമ്മൾ ഇന്റർകോഴ്സ് ചെയ്യുന്നത്. അതായത് നമ്മുടെ ഓവുലേഷൻ ടൈം നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് നമ്മൾ ഇന്റർകോഴ്സ് ചെയ്യും. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം, നമുക്ക് കറക്റ്റ് ആയിട്ട് റെഗുലർ ആയിട്ട് പീരീഡ് വരുന്ന ഒരാളിൽ മാത്രമേ നമുക്കിത് കലണ്ടർ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇങ്ങനെ നോക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഇത് ഫെയിലായി പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അടുത്തതാണ് ഹോർമോണൽ പിൽസ്. ഹോർമോണൽ പിൽസിൽ തന്നെ 2 ടൈപ്പ് പിൽസ് ഉണ്ട്. കമ്പൈൻഡ് പിൽസും ഉണ്ട്, മിനി പിൽസും ഉണ്ട്. കമ്പൈൻഡ് പിൽസ് എന്ന് പറയുകയാണെങ്കിൽ അതിനകത്ത് ഈസ്ട്രോജനും പ്രൊജസ്ട്രോണിന്റെയും കൂടെ കോമ്പിനേഷൻ ആയിരിക്കും വരുന്നത്. പക്ഷെ ഇതിന്റെ ഒരു പ്രശ്നം, നമ്മളിത് ഡെയിലി എടുക്കണം. നമ്മളിത് ഡെയിലി എടുക്കാൻ മറന്നു പോയാൽ ഈ കോൺട്രാസെപ്ഷൻ ഫെയിലിയർ ആയി പോകും. ഇനി ഇത് ചില ആൾക്കാർക്കൊക്കെ കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. അതായത് BP ഉള്ളവർക്ക്, ബ്രസ്റ്റ് ഫീഡിങ് മദേഴ്സിന്, മൈഗ്രെയിൻ ഉള്ളവർക്കൊക്കെ ഇത് കോൺട്രാ ഇൻഡിക്കേറ്റഡ് ആണ്. അവരൊന്നും ഈ മെഡിക്കേഷൻ എടുക്കാൻ പാടില്ല. പിന്നെ പീരീഡ് ഒക്കെ ആവുന്ന സമയത്ത് നമുക്ക് ബ്ലീഡിങ് വരുന്നത് കുറച്ച് കുറവായിരിക്കും ഈ പിൽസ് എടുക്കുന്നവരിൽ. അടുത്തതാണ് മിനി പിൽസ് എന്ന് പറയുന്നത് പ്രൊജസ്ട്രോൺ മാത്രമുള്ള സപ്ലിമെന്റ് ആണ്. ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ സേഫ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു പില്ലാണ് മിനി പിൽസ് എന്ന് പറയുന്നത്. അടുത്തത് എമർജൻസി പിൽസ്. അതായത് നമ്മൾ പ്ലാൻഡ് അല്ലാതെ, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും ഫെയിലിയർ ആയി, നമ്മളിപ്പോൾ സേഫ് മെത്തേഡ് ഒക്കെ നോക്കുന്ന സമയത്ത് ഫെയിലായി നമുക്ക് പ്രഗ്നന്റ് ആവാൻ ഒരു സാധ്യത ഉണ്ട് എന്ന് അറിഞ്ഞാൽ നമ്മൾ ഇന്റർകോഴ്സിലായി 72 hours എന്ത് ചെയ്യണം? ഈ പില്ല് എടുക്കണം. എമർജൻസി പില്ല്. ഇത് സിംഗിൾ ഡോസ് ആണ്. നമ്മൾ ആ പില്ല് എടുത്താൽ നമുക്ക് കൺസീവ് ആകുന്നതിൽ നിന്ന് പ്രിവെന്റ് ചെയ്യാനായിട്ട് സാധിക്കും. അടുത്തതാണ് ലോങ് ടേം മെത്തേഡ്സ്. അതായത് നമ്മുടെ ഈ കോപ്പർ ടീ പോലുള്ള യൂട്രസിനകത്ത് ഇൻസേർട്ട് ചെയ്ത് വെക്കുന്ന സാധനങ്ങളുണ്ട്. അപ്പൊ ഈ കോപ്പർ ടീ എന്ത് ചെയ്യും? നമുക്കിപ്പോ ഈ ലോക്കൽ ഗവൺമെന്റ് PHCകളൊക്കെ ഇല്ലേ, PHCകളിലൊക്കെ അവൈലബിൾ ആണ്. നമ്മൾ എന്ത് ചെയ്യും? ഇത് യൂട്രസിനകത്ത് ഇൻസേർട്ട് ചെയ്ത് വെക്കുകയും അതുവഴി നമുക്ക് പ്രഗ്നൻസി ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ സഹായിക്കുകയും ചെയ്യുന്നു. എന്നിരുന്നാലും ഈ കോപ്പർ ടീ ഒക്കെ ഇടുന്നവരിലും എന്താ ഫെയിലിയർ റേറ്റ് കാണപ്പെടാറുണ്ട്. ബേബീസ് കോപ്പർ ടീ ആയിട്ട് ജനിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. എങ്കിലും ഒരു പരിധി വരെ, ഒരു 98% വരെ ഒക്കെ എന്ത് ചെയ്യാറുണ്ട്? കോപ്പർ ടീ ഇട്ടവരൊക്കെ കോൺട്രാസെപ്ഷൻ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റാറുണ്ട്. പക്ഷേ
ഇൻഫെക്ഷനോ ചിലർക്കൊക്കെ ബാക്ക് പെയിനോ ഒക്കെ വരാറുണ്ട്. അത് ഡിപ്പെൻസ്, എല്ലാവർക്കും അല്ല, ചിലരിലൊക്കെ വരാറുണ്ട്. അതുപോലെ തന്നെയുള്ള ലോങ് ടേം യൂസ് ചെയ്യുന്നതാണ് ഹോർമോണൽ കോയിൽസ്. അതായത് ഒരു ഹോർമോൺ കോയിൽ നമ്മൾ വജൈനയ്ക്ക് അകത്തോട്ട് ഇൻസേർട്ട് ചെയ്ത് വെക്കുകയും അത് എന്ത് ചെയ്യും, പ്രൊജസ്ട്രോൺ റിലീസ് ചെയ്യുകയും ചെയ്യുന്നു. അതുവഴി നമുക്ക് പ്രഗ്നൻസി പ്രിവെന്റ് ചെയ്യാൻ പറ്റും. അടുത്തതാണ് ഇഞ്ചെക്ഷൻ എന്ന് പറയുന്നത്. DMPA പോലുള്ള പ്രൊജസ്ട്രോൺ ഇഞ്ചെക്ഷൻസ് നമ്മൾ കൊടുക്കുന്നു. അപ്പോൾ ഈ ഇഞ്ചെക്ഷൻ എടുക്കുന്നത് നമ്മൾ എവറി 12 വീക്സ്, അതായത് എല്ലാ 3 മാസം കൂടുമ്പോഴും നമ്മൾ പോയി ഇഞ്ചെക്ഷൻ എടുക്കണം. അപ്പോൾ ഒരു 3 മാസത്തേക്ക് നമുക്ക് സേഫ് പീരീഡ് കിട്ടും. ഇനി ഇതിന്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് ആക്നീസ് ഒക്കെ വരാനും മൂഡ് സ്വിങ്സ് ഒക്കെ വരാനും ഉള്ള സാധ്യതകൾ ഇതിൽ വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ ഇപ്പൊ നമ്മൾ ഇഞ്ചെക്ഷൻ ഈ മാസം സ്റ്റോപ്പ് ചെയ്താൽ ഒരു 6 to 8 months ഗ്യാപ്പ് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മൾ കൺസീവ് ആവാൻ പാടുള്ളൂ എന്നാണ് പറയുന്നത്. ഇനി മറ്റൊന്ന് പെർമനന്റ് മെഷർ എന്ന് മോസ്റ്റ്ലി അറിയപ്പെടുന്നതാണ് സർജിക്കൽ ഇന്റർവെൻഷൻ, അതായത് ട്യൂബെക്ടമി ഓർ വാസെക്ടമി. ട്യൂബെക്ടമി എന്ന് പറഞ്ഞാൽ ലേഡീസ് ചെയ്യുന്ന ഒരു സർജിക്കൽ പ്രൊസീജിയർ ആണ്. അതായത് നമ്മുടെ ലേഡീസിന്റെ ഫെലോപ്പിയൻ ട്യൂബ് കട്ട് ചെയ്തിട്ട് അത് ടൈ ചെയ്ത് വെക്കുന്നതാണ് ട്യൂബെക്ടമിയിൽ ചെയ്യുന്നത്. എന്നാൽ ജെൻസിൽ ചെയ്യുന്ന പ്രൊസീജിയർ ആണ് വാസെക്ടമി. ജെൻസിൽ ഇതുപോലെ സർജിക്കൽ ഇന്റർവെൻഷൻ ചെയ്ത് ടൈ ചെയ്ത് വെക്കുന്നതാണ് വാസെക്ടമി. എയ്തർ നമുക്ക് ട്യൂബെക്ടമി ചെയ്യാം, ലേഡീസിന് വില്ലിങ് അല്ല, ലേഡീസിന് ചെയ്യണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഹസ്ബൻഡുമാർക്ക് വാസെക്ടമി ചെയ്യാം. രണ്ടിൽ ആരെങ്കിലും ഒരാൾ ചെയ്താൽ നമുക്ക് പ്രഗ്നൻസി അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റും. വലിയ പ്രൊസീജിയർ ഒന്നും അല്ല, ചെറിയൊരു പ്രൊസീജിയർ, അങ്ങ് വലിയ സർജിക്കൽ ഇന്റർവെൻഷൻസ് ഒന്നും അല്ല. അപ്പോൾ ഫീമെയിൽസ് ഇപ്പം വില്ലിങ് അല്ല, അല്ലെങ്കിൽ ഫീമെയിൽസിന് സർജിക്കൽ ഇന്റർവെൻഷനിലൂടെ പോകാൻ താല്പര്യം ഇല്ലെങ്കിൽ നമുക്ക് മെയിൽസിന് വാസെക്ടമി ചെയ്ത് അങ്ങനെ ഒരു കോൺട്രാസെപ്റ്റീവ് മെത്തേഡ് നോക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും കോൺട്രാസെപ്ഷൻ യൂസ് ചെയ്യുക. പ്രഗ്നൻസിക്ക് താല്പര്യം ഇല്ലെങ്കിൽ കോൺട്രാസെപ്ഷൻ യൂസ് ചെയ്യുക. അബോർഷൻ അങ്ങനെയുള്ള കാര്യങ്ങളിലോട്ടൊന്നും പോകാതിരിക്കുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും ബൈ.